ഹേ ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഓവർവ്യൂ നോക്കി. ഈ വീഡിയോയിൽ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ടൂളാണ്. നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂള് ട്രേഡ് ചെയ്യുമ്പോൾ. ഞാൻ ഈ ട്രേഡിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ പഠിക്കുന്ന സമയത്ത് ഒരു മെൻറ്റർ ആരാ എനിക്ക് ഓർമ്മയില്ല, ആളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രോഫിറ്റിലല്ല നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടതെന്ന്. പക്ഷേ അന്ന് ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റിന് അത്ര വില കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഒരു 6 months കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ P&L ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വില മനസ്സിലായത്. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് പരിപാടി എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് മേടിക്കുക, അതിൻ്റെ പ്രൈസ് ഇപ്പോൾ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 500 റുപ്പീസാണ്. അപ്പോൾ 500 രൂപയ്ക്ക് ഞാനൊരു സ്റ്റോക്ക് മേടിച്ച് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ 470 റുപ്പീസാണ് വെച്ചത്. സോ ഈ 470 റുപ്പീസിലോട്ട് മാർക്കറ്റ് എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിച്ച സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് അത് സെൽ ഔട്ട് ചെയ്യും. സോ നമുക്കൊരു സ്റ്റോക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 30 രൂപേൻ്റെ ലോസേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇമോഷൻ കൺട്രോൾ. ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ 470 റുപ്പീസിലേക്ക് വന്ന ശേഷം അത് വീണ്ടും താഴോട്ട് പോയി. സോ വി വിൽ ബി ഹാപ്പി, നമുക്ക് സന്തോഷമായി, കാരണം വീണ്ടും ലോസ് നമ്മൾ വന്നില്ലല്ലോ. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ 470 ടച്ച് ചെയ്തിട്ട് അത് ഓൾ ടൈം ഹൈയിലോട്ട് പോവുകയും ചെയ്തു. ആ സമയത്ത് നമ്മൾക്ക് വരുന്ന ആ ഫീലിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. പിന്നെ അടുത്തയാണ് ഹോപ്പ് ട്രേഡിങ്. എന്ന് വെച്ചാൽ ഇപ്പോൾ 500 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഒരു 1 വീക്കിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ 300 റുപ്പീസിലോട്ട് വന്നു. ആ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ അത് ഇനിയും തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. 500 300 വന്നു, അപ്പോൾ തിരിച്ചും അതുപോലെ കയറുന്നുള്ളൊരു ഹോപ്പ് നിങ്ങളുടെ ഉള്ളിൽ വരും. ബട്ട് ഹോപ്പ് ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനാരിയോയിലോ സിറ്റുവേഷനിലോ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ഏത് ട്രേഡ് എടുക്കുമ്പോഴും സ്റ്റോപ്പ് ലോസിനെ കുറിച്ച് ആലോചിക്കുക.